ക്രമസമാധാന ചുമതലയുള്ള ADGP എച്ച് വെങ്കടേഷാണ് നമുക്കിപ്പോൾ ഉള്ളത്. സാർ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് നടക്കുന്നതാണ് സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന ഒരു തട്ടിപ്പ്. ഇപ്പോൾ വാട്സാപ്പിലൂടെ ആണെങ്കിലും ടെലഗ്രാമിലൂടെയൊക്കെ ആണെങ്കിലും ലിങ്കുകൾ വരുന്നു, ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നു. അതൊരു മുന്നറിയിപ്പ് പോലെ ഇപ്പോൾ പോലീസ് തന്നെ ഇറക്കിയിട്ടുണ്ട്. നിലവിൽ നമുക്കിപ്പോൾ മുന്നറിയിപ്പുകളും ജാഗ്രതകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വസ്തുതയാണല്ലോ. അല്ല, നമ്മുടെയൊക്കെ കുറേ പിടികൂടിയിട്ടുണ്ട്. ഇതിൽ കുറേ നോർത്ത് സോണിൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് മുമ്പ് കൂടെ പിടികൂടിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞാൽ പബ്ലിക് ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. എല്ലാ പബ്ലിക് ശ്രദ്ധിക്കേണ്ടത് താഴെത്തട്ട്, പർട്ടിക്കുലർലി പ്രായമുള്ള ആൾക്കാർ, ഈ കുറേ നമ്മുടെ കണ്ടത് റിട്ടയർഡ് ഉദ്യോഗസ്ഥർ, അങ്ങനെ അവരാണ് ഇരയാക്കി വരികയാണ് ഈ സൈബർ തട്ടിപ്പുകാർ. ഇതിൽ പ്രധാനപ്പെട്ട വാട്സാപ്പ് ലിങ്കോ മറ്റേതെങ്കിലും ലിങ്ക് അയക്കും. മൊബൈലിലെ ലിങ്ക് അയക്കുമ്പോൾ സാധാരണ ഇവർ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ മൊബൈൽ മുഴുവൻ അവരുടെ കയ്യിൽ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അതല്ലാതെ മറ്റൊരു നടക്കുന്ന റിപ്പീറ്റഡായിട്ട് ഇര ആവുന്ന മെയിൻ നമുക്ക് കണ്ടുവരുന്നത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് സ്കാംസ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ലിങ്ക്സ് ആൻഡ് അവർ വിശ്വാസ യോഗ്യത ഉള്ള രീതിയിൽ അവർ ഇരകളിനെ വിശ്വസിപ്പിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം ചെറിയ തുക കൊടുക്കും, പിന്നെ പിൻവലിക്കാൻ പറ്റാതെ ട്രാപ്പിൽ വിട്ടുപോകുന്നുണ്ട്. ഇത് പല രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കണ്ടിന്യൂസ് ഇരയാണ്. അതിൻ്റെ ബോധവൽക്കരണം നമ്മുടെ TV ചാനൽമാർ തീർച്ചയായിട്ടും ചെയ്താൽ ഭയങ്കര ജനങ്ങൾക്ക് ലാഭമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സാമ്പത്തിക തട്ടിപ്പുകൾ നമുക്ക് കുറച്ച് കൂടി വരികയാണ്. സാമ്പത്തിക തട്ടിപ്പ് പറഞ്ഞാൽ നമ്മുടെ ബേസിക്കലി ഈ കുറേ ഫൈനാൻസ് സ്ഥാപനങ്ങൾ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കും, ഡബിളിംഗ് ആവും, 4 വർഷം 5 വർഷം പൈസ ഡബിളിംഗ് ആവും. അങ്ങനെ പ്രധാനപ്പെട്ട സ്കാംസിൽ പിന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ജനങ്ങൾ കുറച്ച് പ്രത്യേക ഇരയാകുന്നത് ആർത്തിക്കൊണ്ട് കുറച്ച് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോൾ തന്നെ നമുക്ക് 3000ഓളം കേസുകൾ നമുക്ക് എക്കണോമിക് ഒഫൻസിൽ വന്നിരിക്കുകയാണ്. ഇത് പ്രധാനപ്പെട്ട സാമ്പത്തിക ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ജനങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ റെപ്യൂട്ടേഷൻ നോക്കിയിട്ട് മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ നല്ലത്. പിന്നെ സൈബർ ഈ വാട്സാപ്പ് മറ്റ് ഇങ്ങനെയുള്ളവരിൽ കൂടെ അത്രേ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കണ്ടത് വെർച്വൽ അറസ്റ്റ് നമുക്ക് എത്രയോ ബോധവൽക്കരണം ചെയ്യുന്നുണ്ട്. പിന്നെ കൂടെ ജനങ്ങൾ ഇതിൽ ഇരയാവുന്നത് നമുക്ക് വളരെ ബാധാകരമാണ്. സാർ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് ഇതിന് വിക്ടിമാകുന്നത്. അപ്പോൾ അത് ഇച്ചിരി പ്രായം ചെന്ന ആളുകളാണ്. അപ്പോൾ ഇവരിലേക്ക് കൂടുതൽ സൈബർ ഇടങ്ങൾ എങ്ങനെ, അല്ലെങ്കിൽ സൈബർ സോഷ്യൽ മീഡിയകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചൊരു ക്യാമ്പയിനോ അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും നമ്മുടെ പല ഡിസ്ട്രിക്ട് പോലീസ് ചീഫ്സിനെ പല പ്രാവശ്യം നമ്മുടെ ക്യാമ്പയിൻ ചെറിയ തോതിൽ ചെയ്തു വരികയാണ്. NGOമാർ കൂടെ നമ്മുടെ ഉൾക്കൊള്ളിട്ട് കുറേ ചെയ്തു വരികയാണ്. പക്ഷേ ഇതിൽ ഒരു മാസീവ് ക്യാമ്പയിൻ നമുക്ക് ചാനൽകാർ ചെയ്തു വരികയാണ്. കുറേ ചാനൽകാർ ചെയ്യുന്നുണ്ട്, TV ചാനൽസ് അവരുടെ ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ പോലീസ് തലത്ത് ജനറൽ പബ്ലിക്കിനെ ഉൾക്കൊള്ളിട്ട് ഒരു മാസീവ് ക്യാമ്പയിന് പ്രത്യേകമായിട്ട് വെർച്വൽ അറസ്റ്റിന് വേണ്ടി, പിന്നെ ഇതിനു വേണ്ടി നമ്മുടെ ഈ ലിങ്ക്സ് അയച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി ജനങ്ങളെ ഇരയാക്കുന്ന അതിനു വേണ്ടി വേണം. പിന്നെ ഈ വലിയ സാമ്പത്തിക തട്ടിപ്പിലെ ജനങ്ങൾക്ക് ചുറ്റി ആർത്തി കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അവർ തന്നെ ഇരയായുന്നുണ്ട്. ഇപ്പോൾ BSNL കോപ്പറേറ്റീവ് സ്കാം കണ്ടു, GNG ഫൈനാൻസ് സ്കാം കണ്ടു, നെടുംപറമ്പിൽ കണ്ടു. റിപ്പീറ്റഡായിട്ട് ആയിരക്കണക്കിന് കോടികൾ ഈ തട്ടിപ്പുകാർ ഇരയാക്കി കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഭയങ്കര ജനങ്ങളുടെ PF ഫണ്ടാണോ, ജനങ്ങളുടെ റിട്ടയർമെൻറ്റ് ഫണ്ടാണോ, ഇങ്ങനെയുള്ള പാവപ്പെട്ടവർ ഇരയായി വരികയാണ്. ഈ 3-4 ഒരു മാസീവ് ക്യാമ്പയിൻ നമ്മൾ കേരളത്തിൽ അത്യാവശ്യമുണ്ട്. നമുക്ക് നോക്കി വരികയാണ് എങ്ങനെ ക്യാമ്പയിൻ ചെയ്യണം. പിന്നെ ചാനൽകാർ അവരെല്ലാം കൂടെ എടുത്താൽ ഭയങ്കര ലാഭമുണ്ടാവും ജനങ്ങൾക്ക് വേണ്ടി. താങ്ക് യു സാർ. അതുപോലെ ഒരു കാര്യം കൂടി, നമ്മുടെ ഇപ്പോൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ബോംബ് ഭീഷണി വരുന്നു, റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് ബോംബ് ഭീഷണികൾ വരുന്നു. ഇതൊന്നും നമുക്ക് കൃത്യമായ ഒരു ആളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. കാരണം ഡാർക്ക് വെബിൽ നിന്നുള്ള സൈറ്റിൽ നിന്നും ഒക്കെയാണ്, മെയിൽ ID എന്നൊക്കെയാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് ഒരു കണ്ടിന്യൂസ് ഒരു മിസ്ചീഫ് ആൾക്കാർ ചെയ്യുന്ന കണ്ടിന്യൂസ് ന്യൂസൻസ് ആണ്. നമുക്ക് ഇങ്ങനെയുള്ള വരുന്ന ഇമെയിൽ കുറേ ദൂരം വരെ നമുക്ക് അന്വേഷണത്തിൽ പോയിട്ടുണ്ട്. പിന്നെ അത് കുറേ ഒരു സ്ഥലത്ത് സ്ട്രക്കായി വരികയാണ്. അത് കുറേ വിദേശത്തിൽ ഉള്ള സർവറിൽ നിന്ന് അവിടെ നിന്നാണ് വരുന്നത്.
കുറേ അതാണ് മെയിൻ പ്രധാനപ്പെട്ട അവിടെ ആയി സ്ട്രക്കാവുകയാണ്. ഇത് ഏകദേശം നമ്മുടെ ഒരു SIT തന്നെ രൂപീകരിച്ച് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് വരുന്ന ഇമെയിൽ വിദേശത്ത് നിന്ന് ബേസിക്കലി ഇത് വരികയാണ്. ഇത് എവിടെ വരെ നമുക്ക് പോകാൻ പറ്റുമോ ഇല്ലെങ്കിൽ ഒരു സമഗ്രമായിട്ട് അന്വേഷണം ഏതൊരു സെൻട്രൽ ഏജൻസീസ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ല നോക്കി നമുക്ക് പരിശോധിക്കാം. എന്തായാലും പോലീസിൻ്റെ ജോലി കൃത്യമായി തന്നെ നിർവഹിക്കുന്നുണ്ട്. പക്ഷേ പൊതുജനമാണ് ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്. പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്നുമുള്ള വാട്സപ്പ് മെസ്സേജുകൾ അതുപോലെ തന്നെ ലിങ്കിൽ തന്നെ ഒന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക, OTPകൾ ആരോടും ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കൃത്യമായ മുന്നറിയിപ്പാണ് പോലീസും നൽകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ ആഷിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.